Please like and subscribe. നമ്മളിങ്ങനെ വെറുതിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ? അങ്ങനെ നമുക്കൊരു ബീഫ് കഴിക്കാൻ തോന്നിയപ്പോൾ അത് മേടിക്കാൻ പോകുന്ന പോക്കാണ് നമ്മൾ ഈ കാണുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ബീഫ് മേടിക്കാനുള്ളൊരു യാത്രയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇലക്ട്രോണിക് സിറ്റി അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയാം, ഇലക്ട്രോണിക് സിറ്റി അറിയാം. അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പോകുന്ന കടയുടെ പേരും എക്സാക്റ്റ് ഏരിയ ഒന്നും പറയുന്നില്ല. അത് ബിക്കോസ് അറിയാലോ, ബീഫ് ആയതുകൊണ്ടാണ്. നമുക്ക് വേറെ എന്ത് സാധനങ്ങളും ധൈര്യമായിട്ട് എവിടുന്ന് മേടിക്കാം. ബീഫ് മേടിച്ചാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ബീഫ് എന്തോ വലിയൊരു അപരാധം പിടിച്ച സാധനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. ഇപ്പം കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയാം. നമ്മൾ എന്താ പറയുക, ബീഫ് എന്ന് വെച്ചാൽ ബീഫ് ഫ്രൈ ഉണ്ടോ എന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ചോദിക്കുക, എന്താ ചോദിക്കുക, ചേട്ടാ അതിന് പല പേരുണ്ട് പല സ്ഥലത്തേക്ക്. ചേട്ടാ മാണിക്കുണ്ടോ, സുൽത്താനുണ്ടോ, അങ്ങനെ പല പേരിലാണ് നമ്മൾ ബാംഗ്ലൂര് ഈ ബീഫിനെ പറയുക. ഞാനത് പോയി വന്നു, നമുക്ക് സാധനം കിട്ടി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചെന്നിട്ട് വേണം ഇതൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് മസാലയൊക്കെ പുരട്ടി ചെയ്യാൻ. എൻ്റെ സൈക്കിളാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. അപ്പം വീണ്ടും ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരത്തെ മേടിച്ചു കൊടുക്കുന്ന ബീഫില്ലേ, അതൊന്ന് ശരിയായി കട്ട് ചെയ്ത് പെട്ടെന്നൊരു ബീഫ് തിന്നാൻ ആഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ ചെയ്യണ ഒരു പരിപാടിയാണ്. നമുക്ക് ഈ ബീഫ് ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ ഒരുവിധം ഇതിലായിട്ട് വന്നില്ല, എന്നാൽ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചുള്ള ബീഫ് ഉണ്ടല്ലോ, നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് കുറച്ചൊരു വിനാഗിരിയിൽ ഇട്ട് വെച്ചുള്ളതാണ്. അപ്പം ഞാനതൊരു കുക്കറിൻ്റെ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് കുറച്ച് അധികം വേണ്ട മുളക് പൊടി. അതിപ്പോൾ എത്ര പ്രത്യേകിച്ച് അളവൊന്നുമില്ല, 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ മെഷർമെൻ്റൊക്കെ നമ്മൾ തന്നെ ചെയ്തൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഗരം മസാല ഇതുപോലെ ഒരു സ്പൂണ് ഗരം മസാല, അല്ലെങ്കിൽ 1.5 സ്പൂൺ ഗരം മസാലയും ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വേപ്പില ഇടുക ഇതിലേക്ക്, കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഞാനിതിനൊരു അളവൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തുള്ളത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കാം. ഇത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു മിക്സാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 10-15 വെളുത്തുള്ളി ഇടുന്നുണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ അത് ഇടുന്നു. 4 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ കുറച്ച് ജിഞ്ചർ, അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് വരാൻ കുറച്ച് സിമ്പിളായി. ജസ്റ്റ് ഈ 3 ഐറ്റം ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്, പരുവത്തിൽ അരച്ചെടുത്തുള്ള. അപ്പോൾ അതും കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും എല്ലാത്തിലും പിടിക്കണ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്കൊരു പച്ച വെളിച്ചെണ്ണയുടെയും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. ഇത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ സാധാരണ നമ്മളൊരു 1 hour സമയം അനുസരിച്ച്, ഇപ്പോൾ നമുക്ക് 1 hour ഇല്ല, ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ മാക്സിമം ഒരു 1 hour വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. മസാലയൊക്കെ കഴിയുമ്പോൾ പിടിച്ച് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഏകദേശം അതൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്നും കൂടി ഇളക്കി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വിസിലടിക്കുക. ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വിസിലടിക്കുക. പിന്നെ ഒരു 5 വിസിൽ സ്ലോ സിമ്മിലിട്ട് അടിക്കുക. പേടിക്കണ്ട, കുക്കർ പുതിയതായ കാരണം അത് അടയ്ക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഈ വേവിച്ച് സെറ്റായിട്ടുള്ള ഈ ബീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് കാച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി കൂടെ ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. അത്രയുള്ള പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിൾ റെസിപ്പി, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് തുറന്നു നോക്കി നോക്കാം.
ഗ്യാസ് കൊണ്ട് പക്ഷേ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് വെള്ളമുണ്ട്. ഇത്രയധികം വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ഇതിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഓക്കെ, ഇതൊന്നും ഇവിടെ കിടന്ന് ഒന്ന് വറ്റട്ടെ. അപ്പം മെയിൻ ടൈം നമുക്ക് നമ്മുടെ ഒരു കടായി എടുത്ത് വെച്ചിട്ട് ഫ്രൈ ആക്കാനുള്ള സംഭവം ഉണ്ടാക്കാം. ഈ കടായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ മാക്സിമം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു. ഓക്കെ, നമ്മുടെ ബീഫ് ഒരുവിധം വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളിയും വീണ്ടും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചോപ്പറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറയ്ക്കുക, ഒന്ന് സിമ്മിലാക്കുക. ഈ സിമ്മും സ്ലിമ്മും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്. സിമ്മിലാക്കുക, എന്തായാലും തീ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. തീ കുറച്ച് വെച്ച് ഈ സാധനം ഇതൊന്നും ഇടുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി. ഓക്കെ, വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇതൊന്ന് മൂപ്പിക്കുക. ചുവന്നുള്ളിയും മറ്റേ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും ഇതൊന്ന് തീ കുറച്ച് വെക്കുക. നമ്മൾ ബീഫ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യട്ടെ. ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്തു. ജസ്റ്റ് ഇതൊന്ന് എല്ലാത്തും ആവണ രീതിയിൽ ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് ഇത് വെണ്ണയിൽ കിടന്നത് അതിൻ്റെ ഞാനൊന്ന് തീ കൂട്ടി വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഇത് കറുത്ത കളറായി കിട്ടണം, എന്നാലും അതിൻ്റെ ഒരു ഷേപ്പ് വരുള്ളൂ. ഓക്കെ, ഇത് ഏകദേശം റെഡി. അതിൻ്റെ നമുക്കിത് കണ്ടറിയാം. ഏകദേശം അധികം ഞാൻ കറുപ്പിക്കണില്ല, നമുക്ക് ടൈമില്ലാത്ത നമ്മൾ ഇനി അധികം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കറുപ്പിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ബീഫ് ഫ്രൈ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും കാണുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.